പ്രൈമേറ്റ് എന്ന പടം ഇപ്പോൾ ഡിജിറ്റലി റിലീസായിട്ടുണ്ട്. ഇത് തിയേറ്ററിക്കൽ റിലീസ് ഉണ്ടായിരുന്നു. വലിയ റിലീസൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ റിലീസ് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സിനിമ ഒരു ചെറിയൊരു സർവൈവൽ ത്രില്ലറാണ്. ഒരു 1 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സിനിമയുടെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വലിയ ബംഗ്ലാവ്. നമുക്കറിയാലോ സ്ഥിരം സർവൈവൽ സിനിമകൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ഹൊറർ സിനിമകൾക്ക് അങ്ങനത്തെ സ്ഥലം വേണം. സോ അങ്ങനെയുള്ള ഒരു ബംഗ്ലാവിൽ ഒരു കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടുണ്ട്. ഒരു 5, 6 പേര്. സോ അവിടെ ഒരു വളർത്തുന്ന ഒരു ചിമ്പാൻസി ഉണ്ട്. ആ ചിമ്പാൻസിക്ക് പേയ് പിടിക്കുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. സോ ഒരു കീരി കടിച്ച് ആ ചിമ്പാൻസിക്ക് പേയ് പിടിക്കും. വലിയ ഗൊറില്ല സൈസുള്ള സാധനമൊന്നുമല്ല. ഒരു കുഞ്ഞ് ചിമ്പാൻസിയാണ്. പക്ഷെ അതിന് പേയ് പിടിച്ചിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മെയിനായിട്ട് കാണിച്ചു തരിക. ഇവരെ പുറത്തിറങ്ങാൻ വിടൂല, ഇവരെ അനങ്ങാൻ വിടൂല. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ സാധനത്തിന് പേയ് പിടിച്ചാൽ അറിയാലോ, നമുക്ക് ഈ വെള്ളം കണ്ടാൽ പേടിയാണ്. സോ ഇത് വെള്ളത്തിൽ മാത്രം ഇറങ്ങൂല. സോ ഒരു ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുകയാണ്. സോ അവർക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇല്ലയോ എന്നുള്ളതാണ് സിനിമ മെയിനായിട്ട് കാണിച്ചു തരുന്നത്. അതിൻ്റെ ആ ഒരു ജോഗ്രഫി ഇനീഷ്യലി സെറ്റ് ചെയ്തിട്ടാണ് സിനിമ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു സൈഡ് തന്നെ ഒരു കൊക്കയാണ്, മറ്റേ സൈഡിൽ ചിമ്പാൻസി ഉണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരു രാത്രി നടക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം. ആൻഡ് ഭയങ്കര വയലൻ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു എ റേറ്റഡ് മൂവിയൊക്കെ തന്നെ. പക്ഷേ ഈ സാധനം ഈ വായ പഠിച്ച് വലിച്ച് ഈ ജോ ഒക്കെ പറിച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും ഇത് കളിക്കുക. ദെൻ ഈ പറയുന്ന പോലെ അർജം മുറഞ്ഞ് ചിലപ്പോൾ അടിച്ചു കൊല്ലും. അറിയാലോ ആ ഒരു വയലൻ്റ് നേച്ചർ ഉണ്ട് ആ ഒരു ഈ ഗൊറില്ല അല്ലെങ്കിൽ ഈ ചിമ്പാൻസി ഗണത്തിൽപ്പെടുന്ന സാധനങ്ങളുടെ. സോ അത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളതാണ് സിനിമയിൽ കാണിച്ചു തരിക. ആൻഡ് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല. ഈ സർവൈവൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം അടുത്ത് എന്താ നടക്കാൻ പോകുന്നതൊക്കെ. പക്ഷേ ഇതിൽ ഈ സാധനം മാറിയപ്പോൾ ഈ ചിമ്പാൻസി ആയപ്പോൾ ഇതെന്താ ഏതി കൂടെ വരും എവിടെ വരും എന്ന് നമുക്കറിയില്ല. ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. സോ കുറച്ചൊക്കെ പ്രിഡിക്റ്റബിളായ വലിയൊരു സംഭവമല്ലാത്ത എന്നാൽ അധികം മോശമല്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അധികം റൺ ടൈമും ഇല്ല. ഒരു 1 1/2 മണിക്കൂർ മാത്രമുള്ള ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ഇവർ ചെയ്ത് തീർക്കുന്നുണ്ട്. ഇനി അടുത്ത പാർട്ട് തേങ്ങ അങ്ങനെയൊന്നുമില്ല. പ്രോപ്പറായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ സർവൈവൽ ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് കണ്ടുനോക്കാൻ പറ്റുന്ന റൈറ്റാണ്. ഡിജിറ്റലി ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.